ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ക്രീം ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. 3ഉം നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെയൊക്കെ വീഡിയോ നമ്മളിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 3 വീഡിയോ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുമിച്ചാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും വേഗം കണ്ടു നോക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മൈദ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അതുപോലെ വളരെ കുറഞ്ഞ ചിലവിൽ മിക്സി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ക്രീം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കണം. വറുത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊരു ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പഞ്ചസാര കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, അത്രയും നമ്മുടെ ക്രീമിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിക്കുമ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചൊക്കെ കട്ടകളൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പരുവം വരെ നന്നായിട്ട് നമ്മുടെ മൈദയൊക്കെ നല്ല വെന്ത് റെഡിയായി വരുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ പാലിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ലൂസായി പോവും. ഇപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്രീം ഉള്ളത്. കണ്ടില്ലേ, കറക്റ്റായിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള നല്ല ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീം നമുക്കൊന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുവാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ നല്ല ക്രീം കിട്ടും. ഇത് നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റ് കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ക്രീമാണ്. അപ്പോൾ ഈ ഒരു ക്രീമും വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാവുന്നതാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മുട്ടയുടെ ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള വിസ്ക് അല്ലെങ്കിൽ ഫോർക്ക് എടുക്കുക കേട്ടോ. പിന്നെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് എടുക്കുക. ഇനി ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു 1/2 കപ്പോളം പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ 1 സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ബൗൾ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളിങ്ങനെ ഗ്ലാസിൻ്റെ ബൗൾ എടുക്കണം എന്നില്ല കേട്ടോ, സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി, അതാണ് കൂടുതൽ നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നമ്മൾ ആ ഒരു തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ മുട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് അതിൻ്റെ ആ ഒരു മുട്ടയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് നമ്മുടെ മുട്ട ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നന്നായി ഇതുപോലെ പതഞ്ഞ് വരും. അതിനുശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ബീറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട് ഫ്ലെയിമിൽ. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് സ്റ്റിഫാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. മൊത്തം നമുക്കൊരു 15 മിനിറ്റ് എടുക്കുള്ളൂ ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ നല്ല പതഞ്ഞ് ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു വിപ്പിംഗ് ക്രീം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം തന്നെ കിട്ടും. കണ്ടില്ലേ? അതിനുശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചുകൂടെ എടുത്താൽ മതി. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ മുട്ടയുടെ വെള്ള വെച്ചിട്ടുള്ള ക്രീം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പൊടി വെച്ചിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം.
ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കട്ടയില്ലാതെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓണാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ടിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുകി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയൊക്കെ വെന്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ടയായിട്ട് വരാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ദാ ഇതുപോലെ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബട്ടറിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറി ചെറുതായിട്ടൊരു ക്രീമി ആയിട്ട് വരണം. അപ്പോൾ ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്ത ശേഷം ഒരു ഫ്രീസറിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക. അതിനുശേഷം എടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രീമി ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ബട്ടർ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഇതുപോലെ ക്രീമി ആയി വന്ന ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മിക്സ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഓരോ സ്പൂണായിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ സ്പൂണായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഒരുമിച്ച് ചേർക്കരുത്. അതുപോലെ നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ? അതുപോലെ ഈ ഒരു ക്രീം ഒട്ടും തന്നെ പെട്ടെന്ന് മെൽറ്റ് ആവില്ല. ബട്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ അതാ ഫുൾ ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമാണ്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിത് ചോക്ലേറ്റ് ക്രീം ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കളറൊക്കെ ചേർത്തിട്ട് നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ 3 ക്രീം കൂടാതെ വേറെയും ക്രീം റെസിപ്പീസ് ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ റവയും പാലും കൂടെ വെച്ചിട്ടുള്ള ക്രീം വെച്ച് ചെയ്തിട്ടുള്ള ഒരു വാനില കേക്കാണിത്. അതുപോലെ പാൽ വെച്ചിട്ട് ക്രീം ചീസ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള റെഡ് ബി കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ക്രീമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് പേര് ഈ ക്രീമുകളെ പറ്റിയൊക്കെ ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് 3 ക്രീമും ഒരുമിച്ച് ഒരു വീഡിയോയിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്